മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട 2 താരങ്ങൾ. ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിൻ്റെ പേര് വാനോളം ഉയർത്തിയ അതുല്യ പ്രതിഭകൾ. സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ വിശേഷണവുമായി സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇതിൽ മികച്ചൊരു മുഖവര മമ്മൂട്ടിക്കും മോഹൻലാലിനും നൽകാനില്ല. 80കളിൽ സിനിമയിലെത്തിയതാണ് മോഹൻലാലും മമ്മൂട്ടിയും. വില്ലൻ വേഷത്തിൽ നിന്നുമാണ് മോഹൻലാൽ തുടങ്ങിയത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ് മോഹൻലാലിൻ്റെതായി റിലീസ് ചെയ്ത ആദ്യ ചിത്രം. അനുഭവങ്ങൾ പാളിച്ചകളിലൂടെയാണ് മമ്മൂട്ടി സിനിമയിലേക്ക് എത്തിയത്. തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു താരത്തെ തേടിയെത്തിയിരുന്നത്. 1987 പുറത്തിറങ്ങിയ ന്യൂഡൽഹിയാണ് താരത്തിൻ്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. പിന്നീട് അങ്ങോട്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും മൂഴമായിരുന്നു. മലയാളത്തിലെ താരരാജാക്കന്മാരായി ഇരുവരും മാറി. സിനിമ ഏറ്റെടുക്കുന്നതിന് മുൻപ് താരങ്ങൾ കഥ കേൾക്കുന്നത് സ്വാഭാവികമാണ്. അത്തരത്തിൽ ദശരഥം സിനിമയുടെ മുഖ്യ വിഷയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഈ വിഷയം കേരളത്തിലെ പ്രേക്ഷകർ സ്വീകരിക്കില്ലെന്ന നിലപാടിലായിരുന്നു മമ്മൂട്ടി. മറ്റൊരാൾക്ക് വാടകയ്ക്ക് ഗർഭപാത്രം നൽകുന്ന സറോഗസിയായിരുന്നു തൻ്റെ അടുത്ത ചിത്രത്തിനായി സംവിധായകൻ ബാലു കിരിയത്ത് മനസ്സിൽ കരുതിയിരുന്ന വിഷയം. എന്നാൽ ഈ വിഷയം മമ്മൂട്ടിയോട് പങ്കുവച്ചപ്പോൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് താരം പിൻവാങ്ങുകയായിരുന്നു. സിനിമയും കഥയും ഒന്നും കേൾക്കാതെ മോഹൻലാലും മമ്മൂട്ടിയും ഓപ്പൺ ഡേറ്റ് നൽകുമായിരുന്നു സംവിധായകൻ ബാലു കിരിയത്തിന്. മികച്ച സംവിധായകനായി സിനിമയിൽ തിളങ്ങി നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഡൽഹി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ വെച്ചാണ് അദ്ദേഹം പെറ്റോണിറ്റി എന്ന സിനിമ കാണുന്നത്. ഫിലിം ഫെസ്റ്റിവലിൽ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ പലപ്പോഴും സംവിധായകർക്ക് പ്രചോദനമേകാറുണ്ട്. അത്തരത്തിൽ സംവിധായകൻ ബാലു കിരിയത്തിന് ഏറെ സ്വാധീനിച്ച ചിത്രമായിരുന്നു പെറ്റോണിറ്റി മാറുകയായിരുന്നു. മമ്മൂട്ടിയുടെ ഡേറ്റ് കൈവശമുള്ളതിനാൽ ഈ വിഷയം മമ്മൂട്ടിയോടാണ് സംവിധായകൻ പങ്കുവച്ചത്. ബാലു കിരിയത്തിൻ്റെ ആഗ്രഹം നടന്നില്ല എങ്കിലും വർഷങ്ങൾക്ക് ശേഷം ഇതേ വിഷയം സിനിമയുമായി വന്നു. ലോഹിതദാസ് സിബിമലയിൽ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ദശരഥം എന്ന സിനിമ ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. 1989 പുറത്തിറങ്ങിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട മോഹൻലാൽ ചിത്രമായി മാറി. പ്രേക്ഷക പ്രശംസയ്ക്ക് പുറമെ നിരൂപണ പ്രശംസയും ഏറെ നേടിയിരുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമ മറാത്തി ഭാഷയിലേക്ക് മൊഴി മാറ്റിയതും ഈ ചിത്രത്തിലൂടെയായിരുന്നു. കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം.